ഓക്കെ ഡിയർ ചിൽഡ്രൻ, നമ്മൾ പുതിയൊരു ചാപ്റ്ററുമായിട്ട് വന്നിരിക്കുകയാണ്. പെയർ ഓഫ് ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾസ് ആണ്. ഇവിടെയും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിരിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും എല്ലാ ടൈപ്പും നമ്മൾ ആൻസർ ചെയ്യാൻ പോവുകയാണ്. വേറെ ഒരു ക്വസ്റ്റ്യൻ പോലും നിങ്ങൾ ബോർഡ് എക്സാമിനേഷൻ നോക്കേണ്ട കാര്യമൊന്നുമില്ല. ശരിക്കും നമ്മളത് എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ടച്ച് ചെയ്യും. കംപ്ലീറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ടച്ച് ചെയ്തായിരിക്കും പോകുന്നത്. വേറെ ഒരു ക്വസ്റ്റ്യൻസ് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ആത്മാർത്ഥമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചാൽ തീർച്ചയായിട്ടും ബോർഡ് എക്സാമിനേഷൻ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കപ്പോൾ ക്ലാസ്സിലേക്ക് വരാം. പ്രോബ്ലംസ് ചെയ്തു കൊടുക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. A system of two linear equations in two variables is inconsistent if the lines in the graph. Inconsistent എന്ന് പറഞ്ഞാൽ അറിയാലോ, there exists no solution. സൊല്യൂഷൻ ഇല്ലാത്ത ഇക്വേഷൻസിനെയാണ് ഇൻകൺസിസ്റ്റന്റ് എന്ന് പറയാം. ഓക്കെ, ആർക്കാണ് സൊല്യൂഷൻ ഇല്ലാത്തത്? പാരലൈൻസിനാണ് സൊല്യൂഷൻ ഇല്ലാത്തത്. അപ്പോൾ എന്തായിരിക്കും അതിൻ്റെ ആൻസർ വരിക? പാരലൈൻസിനാണ് സൊല്യൂഷൻ ഇല്ലാത്തത്. സോ ദ ടു ലൈൻസ് ആർ എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. ഓപ്ഷൻ ബി അല്ലെങ്കിൽ ഓപ്ഷൻ 2 ഈസ് ദി ആൻസർ. പാരലൈൻസ് ഇൻകൺസിസ്റ്റന്റ് ഇക്വേഷൻസ് ആയിരിക്കും അല്ലേ. കോയിൻസിഡന്റ് ആണെങ്കിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടായിരിക്കും. ഇന്റർസെക്റ്റിംഗ് ആറ്റ് 1 പോയിന്റ് ആണെങ്കിൽ ഒരു സൊല്യൂഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഇതൊക്കെയാണ്. പക്ഷെ ഇൻകൺസിസ്റ്റന്റ് ആകുമ്പോൾ ഒരിക്കലും ആ ലൈൻസ് ഇന്റർസെക്ട് ചെയ്യില്ല. അത് പാരലൈൻസിനായിരിക്കും. ഓക്കെ, സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ, ദിസ് ഈസ് ദ ആൻസർ. സോറി, പാരലൽ. ദിസ് ഈസ് ദ ആൻസർ, പാരലൽ. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, which of the following types of straight lines will be represented by the system of equations? ഇവിടെ അങ്ങനത്തെ തന്നെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമുക്ക് ആദ്യം 3x plus 4y minus 5 equal to 0 എന്നുള്ളത് ഫസ്റ്റ് ഇക്വേഷൻ. 6x plus 8y minus 7 equal to 0. ഇവിടെ a1 3 ആണ്, b1 4 ആണ്, c1 minus 5 ആണ്, a2 6 ആണ്, b2 8 ആണ്, c2 minus 7. ഇവിടെ നമുക്ക് നോക്കേണ്ടത്, ഇത് ചെക്ക് ചെയ്യാനായിട്ട് a1 by a2 നോക്കണം, b1 by b2 നോക്കണം, c1 by c2. അപ്പോൾ a1 by a2 എന്ന് പറയാൻ 3/6 1/2 ആണ്. b1 by b2 എന്ന് പറഞ്ഞാൽ 4/8 1/2 ആണ്. c1 by c2 എന്ന് പറഞ്ഞാൽ 5/7 ആണ്. ഇവിടെ a1 by a2 ഈക്വൽ ടു b1 by b2 നോട്ട് ഈക്വൽ ടു c1 by c2. കാരണം ഇത് രണ്ടും 1/2 ആണ്, ഇത് 5/7 ആണ്. ഇങ്ങനെ വന്നാൽ എന്തായിരിക്കും? ഇൻകൺസിസ്റ്റന്റ് ആയിരിക്കും, പാരലൽ ആയിരിക്കും. ഓക്കെ, a1 by a2 ഈക്വൽ ടു b1 by b2 ഈക്വൽ ടു c1 by c2 ആണെങ്കിൽ കോയിൻസിഡന്റ് എന്ന് പറയും. നോട്ട് ഈക്വൽ ടു c1 by c2 ആണെങ്കിൽ അത് എന്തായിരിക്കും? പാരലൈൻസ് ആയിരിക്കും, പാരലൽ ലൈൻസ് ആയിരിക്കും. അതായത് ഇൻകൺസിസ്റ്റന്റ് ആയിരിക്കും. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സോ ദ ലൈൻസ് ആർ these given straight lines are parallel. ഇനി a1 by a2 നോട്ട് ഈക്വൽ ടു b1 by b2 ആണെങ്കിലോ, അതാണെങ്കിൽ ഇന്റർസെക്റ്റിംഗ് ആറ്റ് 1 പോയിന്റ് ആയിരിക്കും. ഓക്കെ, അത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഇത് പാരലൈൻസ് ആയിരിക്കും കേട്ടോ, പാരലൽ ആയിരിക്കും. ഓക്കെ, ഇതാണ് മെത്തേഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് the condition for which the pair of equations ax plus 2y equal to 7 and 3x plus by equal to 16 represent parallel lines. പാരലൈൻസ് ആവാനുള്ള കണ്ടീഷൻ നമ്മൾ ഇപ്പൊ പറഞ്ഞതേ ഉള്ളൂ. എന്താണത്? ഇവിടെ ax plus 2y equal to 7, അല്ലെങ്കിൽ അങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. 3x plus by equal to 16. പാരലൽ ആവാനുള്ള കണ്ടീഷൻ എന്തായിരുന്നു? a1 by a2 ഈക്വൽ ടു b1 by b2 നോട്ട് ഈക്വൽ ടു. ഇതാണ് പാരലൽ ആവാനുള്ള കണ്ടീഷൻ. നമ്മളത് ഇപ്പോൾ പഠിച്ചതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ 2 കേസസ് എടുക്കുകയാണെങ്കിൽ a/3 ഈക്വൽ ടു 2/b ആണ്. ക്രോസ് ചെയ്യുകയാണെങ്കിൽ ab ഈക്വൽ ടു 6. എൻ്റെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. ab is equal to 6. സെക്കൻഡ് കണ്ടീഷൻ എടുക്കേണ്ട കാര്യമില്ല. ab is equal to 6 is the answer. So option 2 is the answer.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. If the pair of linear equations 2x plus 5y plus 6 and represent two lines which are, ഇവിടെ നമുക്ക് അതുപോലെ തന്നെ ആദ്യം സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കാം. 2x minus 5y minus 6 equal to 0. അത് ഇങ്ങോട്ടേക്ക് എടുത്താൽ minus 6x plus 15y plus 18 equal to 0. 6x ഇങ്ങോട്ടേക്ക് എടുക്കാം, plus 15y plus 18. അപ്പോൾ ഇവിടെ നമുക്ക് a1 minus 2 ആണ്, b1 minus 5 ആണ്, a1 minus 2 അല്ല പ്ലസ് 2 ആണ്, b1 minus 5 ആണ്, c1 minus 6 ആണ്, a2 minus 6 ആണ്, b2 15 ആണ്, c2 18 ആണ്. അപ്പോൾ a1 by a2 നോക്കുകയാണെങ്കിൽ 2 by minus 6 minus 1 by 3 ആണ്. b1 by b2 നോക്കുകയാണെങ്കിൽ minus 5 by 15 അതും minus 1 by 3 ആണ്. c1 by c2 ആണെങ്കിൽ അത് minus 6 by 18 നെഗറ്റീവ് 1 by 3 ആണ്. എല്ലാം ഈക്വൽ ആണെങ്കിൽ, അതായത് ഇവിടെ ഇപ്പോൾ a1 by a2 ഈക്വൽ ടു b1 by b2 ഈക്വൽ ടു c1 by c2 ആണ്. എല്ലാ കണ്ടീഷൻസും ഈക്വൽ ആണ്. എല്ലാ കണ്ടീഷൻസും ഈക്വൽ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് ദേ ആർ കോയിൻസിഡന്റ്. കോയിൻസിഡന്റ് എന്ന് പറഞ്ഞാൽ സെയിം ലൈൻ തന്നെ, ഒന്ന് മറ്റൊന്നിന്റെ മുകളിലായിരിക്കും, ഒരു ലൈൻ മറ്റൊന്നിന്റെ മുകളിലായിരിക്കും. അതിനെയാണ് കോയിൻസിഡന്റ് ലൈൻ എന്ന് പറയാം. രണ്ടും സെയിം ലൈൻ തന്നെയാണത്. ഓക്കെ, ഇത് നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. a1 by ആ കണ്ടീഷൻസ് ഓർത്തിരിക്കണം. a1 by a2 നോട്ട് ഈക്വൽ ടു b1 by b2 ആണെങ്കിൽ ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ആയിരിക്കും. a1 by a2 ഈക്വൽ ടു b1 by b2 നോട്ട് ഈക്വൽ ടു c1 by c2 ആണെങ്കിൽ പാരലൈൻസ് ആയിരിക്കും. a1 by a2 ഈക്വൽ ടു b1 by b2 ഈക്വൽ ടു c1 by c2 ആണെങ്കിൽ അത് കോയിൻസിഡന്റ് ലൈൻസ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് പാരലൈൻസ് ആണ്. പാരലൈൻസ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? a1 by a2 ഈക്വൽ ടു b1 by b2 നോട്ട് ഈക്വൽ ടു c1 by c2 ആണ് കണ്ടീഷൻ വരിക. പാരലൈൻസ് ആവാനുള്ള കണ്ടീഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ പോലെ ഉണ്ടല്ലോ അല്ലേ. അപ്പൊ ax പ്ലസ് 2y ഈക്വൽ ടു 9 ആണ്, 3x പ്ലസ് by ഈക്വൽ ടു 18 ആണ്. അപ്പോൾ a by 3 ഈക്വൽ ടു 2 by b, ഒരു കണ്ടീഷൻ. ab ഈക്വൽ ടു 3 into 2 6. ഓക്കെ, ദിസ് ഇസ് ദ ആൻസർ. ചിലപ്പോൾ ചില ഇയറിൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നേരത്തെ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ab is equal to 6. അടുത്ത ക്വസ്റ്റ്യൻ. The pair of lines represented by the linear equations. ഇവിടെ നമുക്ക് നോക്കാം ലീനിയർ ഇക്വേഷൻസ്. ഇവിടെ നമുക്ക് a1 by ഡയറക്റ്റ് എഴുതാം കേട്ടോ. a1 by a2 എന്ന് പറയുമ്പോൾ 3 by, ഇത് നമുക്ക് വേണമെങ്കിൽ 3x പ്ലസ് 2y മൈനസ് 7 ഈക്വൽ 0 എന്ന് എഴുതാം. അപ്പോൾ a1 by a2 എന്ന് പറയുമ്പോൾ 3 by 4 ആണ്. b1 by b2 2 by 8 ആണ്. c1 by c2 മൈനസ് 7 by മൈനസ് 11 7 by 11 ആണ്. ഇവിടെ ഇപ്പോൾ ഇത് സ്മോളസ്റ്റ് റേഷ്യോ 1 by 4 ആണ്. അപ്പോൾ a1 by a2 നോട്ട് ഈക്വൽ ടു b1 by b2 നോട്ട് ഈക്വൽ ടു c1 by c2. ഇപ്പോൾ a1 by a2 നോട്ട് ഈക്വൽ ടു b1 by b2 ആണെങ്കിൽ ബോത്ത് ലൈൻസ് ഇന്റർസെക്ട് ഈച്ച് അതർ. അതാണ് കണ്ടീഷൻ. ഇത് നോക്കേണ്ട കാര്യമില്ല, ഇത് നോക്കിയാൽ മതി. സോ ദേ ആർ ഇന്റർസെക്റ്റിംഗ് ലൈൻസ്. ഓപ്ഷൻ 3 ഈസ് ദി ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. The pair of equations x equal to 2a, y is equal to 3b graphically represent straight lines which are x is equal to a b not equal to 0 graphically represents x 2a ആണ്, y 3b ആണ്. അപ്പോൾ അത് എങ്ങനെ വരും നോക്കി നോക്കാം. അപ്രോക്സിമേറ്റ് ആയിട്ട് വരയ്ക്കാം. x ആക്സിസ് y ആക്സിസ്. x ഈക്വൽ ടു 2a, x ഇതാണ് 2a എന്ന് വിചാരിക്കാം. സപ്പോസ് ഇങ്ങനെയാണ് പോകും കണ്ടോ. ഇതാണ് പെർപെൻഡിക്കുലർ ലൈൻ ആയിരിക്കും, എക്സ് ആക്സിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. y ഈസ് ഈക്വൽ ടു 3b എന്ന് പറയുമ്പോൾ 3b ഇങ്ങനെ പോകും.
ഇത് y ഈസ് ഈക്വൽ ടു 3b, ഇത് 3b ആണെങ്കിൽ അപ്പോൾ ഇവിടെ വരുന്ന കോർഡിനേറ്റ്സ് ഇത് ഒറിജിൻ ആണല്ലോ 0 0, ഇത് 2a ആയിരിക്കും എക്സ് കോർഡിനേറ്റ്, ഇത് y കോർഡിനേറ്റ് 3b ആയിരിക്കും. 2a, 3b ആയിരിക്കും. ഇന്റർസെക്റ്റിംഗ് അറ്റ് 2a, 3b ആയിരിക്കും. ആദ്യം നമ്മൾ എക്സ് കോർഡിനേറ്റ് പറയും, എക്സ് കോർഡിനേറ്റ് 2a ആണ്, രണ്ടാമത് y കോർഡിനേറ്റ് പറയും. അപ്പോൾ 2a, 3b ആണ് ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റിലേക്ക് നോക്കാം. In the given figure, graph of two linear equations are shown. The pair of these lines linear equations is. ഇത് പാരലൽ അല്ല എന്നുള്ളത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം പാരലൽ അല്ല. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇത് ഇന്റർസെക്റ്റ് ചെയ്യും. പാരലൽ അല്ലാത്തതുകൊണ്ട് ഇത് ഇങ്ങനെ ഇന്റർസെക്റ്റ് ചെയ്യും. കണ്ടോ, ഇന്റർസെക്റ്റ് ചെയ്യും. ഇന്റർസെക്റ്റിംഗ് ലൈൻസ് ആണ്. അപ്പോൾ കൺസിസ്റ്റന്റ് ആയിരിക്കും, എന്തായാലും കൺസിസ്റ്റന്റ് ആയിരിക്കും. ഒരേ ഒരു സൊല്യൂഷൻ ഇവിടെ ഇന്റർസെക്റ്റ് ചെയ്യില്ല, ഒരേ ഒരു സൊല്യൂഷൻ ഉണ്ടാവും. അപ്പോൾ കൺസിസ്റ്റന്റ് വിത്ത് യുണീക്ക് സൊല്യൂഷൻ. ഓപ്ഷൻ 1 ഈസ് ദ ആൻസർ. ഓപ്ഷൻ 1 ഈസ് ദി ആൻസർ. കൺസിസ്റ്റന്റ് വിത്ത് യുണീക്ക് സൊല്യൂഷൻ. ഒരേ ഒരു സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ, കാരണം ഒരേ ഒരു പോയിന്റ് മാത്രമേ അത് ഇന്റർസെക്റ്റ് ചെയ്യുള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ. The pair of equations x equal to a, y equal to b graphically represents. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ്. ഇത് x ആക്സിസ് ആണ്, ഇത് y ആക്സിസ് ആണ്, ഇത് ഒറിജിൻ ആണ്. x is equal to a എന്ന് പറയുമ്പോൾ എക്സിൽ എയിലൂടെ ഇങ്ങനെ പാസ് ചെയ്യും. ഇതാണ് ലൈൻ. ദിസ് ഈസ് x is equal to a. x is equal to a. ഇനി y is equal to b എന്ന് പറയുമ്പോൾ y ബിയിലൂടെ പാസ് ചെയ്യും. ഇതാണ് b. അപ്പോൾ ഇത് ഈ കോർഡിനേറ്റ് എന്ന് പറയുമ്പോൾ ഈ ഡിസ്റ്റൻസ് a അല്ലേ, ഇത് ബി ആണ്. അപ്പോൾ എ, ബി വരും. ദീസ് ടു ലൈൻസ് ആർ ഇന്റർസെക്റ്റിംഗ് അറ്റ് എ, ബി. ആദ്യം എക്സ് കോർഡിനേറ്റ് പറയും, ഇന്റർസെക്റ്റിംഗ് അറ്റ് എ, ബി. ഓപ്ഷൻ 4 അല്ലെ, ഓപ്ഷൻ 4 ഈസ് ദി ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ദ പെയർ ഓഫ് ഇക്വേഷൻസ് y ഈക്വൽ ടു 2, y ഈക്വൽ ടു -3 ഹാസ്. അത് നോക്കാം. എക്സ് ആക്സിസ്, വൈ ആക്സിസ്. y ഈക്വൽ ടു എന്ന് പറയുമ്പോൾ എക്സ് ആക്സിന് പാരലായിട്ട് ഇതാണ് y ഈക്വൽ ടു 2, ഇങ്ങനെ പോകും. എക്സ് ആക്സിന് പാരലായിട്ട് y ഈസ് ഈക്വൽ ടു 2, y ഈസ് ഈക്വൽ -3. ഇത് -3 ആണെങ്കിൽ -3 ഇങ്ങനെ പോകും. y ഈക്വൽ ടു -3. ഇത് ഈ രണ്ട് ഇത് പാരലാണ്. ഇതും പാരലാണ്. ദേ നെവർ ഇന്റർസെക്ട്സ്. സോ ദർ എക്സിസ്റ്റ് നോ സൊല്യൂഷൻ. ഇൻകൺസിസ്റ്റന്റ് ആണെങ്കിൽ there exists no solution. Inconsistent ആയിരിക്കും. there exists no solution. ഓക്കെ, കാരണം ഇത് രണ്ടും പാരലൈൻസ് ആണ്, അതുകൊണ്ടാണ്. പെയർ ഓഫ് ഇക്വേഷൻസ് x ഈക്വൽ ടു 5 ആൻഡ് y ഈസ് ഈക്വൽ ടു 5. നമുക്ക് റഫ് ഫിഗർ ഒന്ന് വേണമെങ്കിൽ വെറുതെ വരയ്ക്കാം. ദിസ് ഈസ് എക്സ് ആക്സിസ്, ദിസ് ഈസ് y ആക്സിസ്, ദിസ് ഈസ് ഒറിജിൻ. ദിസ് ഇസ് ദ യൂണിറ്റ് 5 എന്ന് വിചാരിക്കാം. x ഈക്വൽ ടു 5, എക്സ് ആക്സിൽ x ഈക്വൽ ടു 5. അപ്പോൾ ആ ലൈൻ പോകുന്നത് 5 ഇങ്ങനെ പോകും. ഇതാണ് x ഈക്വൽ ടു 5. ഇനി അതുപോലെ y ഈക്വൽ ടു 5 ഇവിടെയാണെന്ന് വിചാരിക്കാം. ഇതാണ് y ഈക്വൽ ടു 5. അപ്പോൾ ആ ലൈൻ പോകുന്നത് ഇങ്ങനെയായിരിക്കും. ദിസ് ഈസ് y ഈക്വൽ ടു 5. ഇന്റർസെക്ട് ചെയ്യുന്നത് ഇവിടെയാണ്. 5,5 അത് ഇന്റർസെക്ട് ചെയ്യും. കണ്ടോ, അപ്പോൾ യുണീക്ക് സൊല്യൂഷൻ, ഒരേ ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. ഏതാണത്? 5,5. So option 2 is the answer. Option 2 is the answer. Okay. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഗ്രാഫ് വെച്ചിട്ട് എപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിപ്പോൾ. The solution of the pair of equations x plus y equal to a plus b, ax minus by equal to a square minus b square is equal. ഇത് സൊല്യൂഷൻ കാണണം നമുക്ക്. സൊല്യൂഷൻ ഓഫ് ദിസ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ ഇപ്പോൾ തന്നിരിക്കുന്നത് നമുക്ക് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്നും എ എക്സ് മൈനസ് ബി വൈ ഈസ് ഈക്വൽ ടു നമുക്ക് തന്നിരിക്കുന്നത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻസ് വിളിക്കാം. ഒന്ന് എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു എ പ്ലസ് ബി, ഇക്വേഷൻ 1 എന്ന് വിളിക്കാം. എ എക്സ് മൈനസ് ബി വൈ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ 2 എന്ന് വിളിക്കാം. സോൾവ് ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും കോഎഫിഷ്യൻസിൻ്റെ ഏതെങ്കിലും
ഈ രണ്ട് ഇക്വേഷനിൽ എക്സിൻ്റെയോ വൈയുടെയോ കോഎഫിഷ്യൻസ് ഒരുപോലെ ആക്കിയിട്ട് സബ്ട്രാക്ട് ചെയ്യോ ആഡ് ചെയ്യോ ചെയ്താൽ മതി. നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഞാൻ ഇത് ഫസ്റ്റ് ഇക്വേഷൻ ബി കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. കാരണം ഇവിടെ ബി ഉണ്ട്. അപ്പോൾ ബി എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു എ ബി പ്ലസ് ബി സ്ക്വയർ. ബി കൊണ്ട് എല്ലാത്തിനും മൾട്ടിപ്ലൈ ചെയ്ത് ബി എക്സ് പ്ലസ് ബി വൈ ഈക്വൽ ടു എ ബി പ്ലസ് ബി സ്ക്വയർ. തേർഡ് ഇക്വേഷൻ വിളിക്കാം. നമുക്ക് ഇപ്പം ഇത് ആഡ് ചെയ്യുകയാണെങ്കിൽ ഇത് ആഡ് ചെയ്താൽ ഇത് കട്ടായി പോകും. ആഡ് ചെയ്യാം. ഏതൊക്കെ നമ്മൾ ആഡ് ചെയ്യണം? 2+3 എടുക്കുക. 2+3 എടുത്താൽ എ എക്സ് പ്ലസ് ബി എക്സ് ഇത് കട്ടായി പോകും. +0 ഈക്വൽ ടു മൈനസ് ബി സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ കട്ടായി പോകും. എ സ്ക്വയർ പ്ലസ് എ ബി എന്ന് വരും. എ സ്ക്വയർ പ്ലസ് എ ബി. ഇവിടെ എക്സ് കോൺസ്റ്റ് ഫാക്ടർ ആണ്. എക്സ് ഇൻറ്റു എ പ്ലസ് ബി ഈക്വൽ ടു ഇവിടെ എ കോൺസ്റ്റ് ഫാക്ടർ ആണ്. എ ഇൻറ്റു എ പ്ലസ് ബി. കണ്ടോ? എ പ്ലസ് ബി കട്ടായി പോകും. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എ എന്ന് വരും. എക്സ് ഈസ് ഈക്വൽ ടു എ. എക്സ് ഈസ് ഈക്വൽ ടു എ വരുന്ന രണ്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വൈയും കൂടി കണ്ടുപിടിക്കുമ്പോൾ എക്സ് ഈക്വൽ ടു എ വരുന്ന ഒരു ഓപ്ഷൻ ആണെങ്കിൽ നമുക്ക് അത് ഉറപ്പിക്കാമായിരുന്നു. പക്ഷേ രണ്ട് ഓപ്ഷൻ ഉണ്ട് എക്സ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ. ഇനി എക്സിൻ്റെ വാല്യൂ ഏതെങ്കിലും ഇക്വേഷൻ കൊടുക്കാം. ഞാൻ അപ്പോൾ 1 കൊടുക്കാൻ പോകണം. 1 ഇംപ്ലൈസ് എക്സിൻ്റെ വാല്യൂ ഇവിടെ കൊടുക്കാം. എ പ്ലസ് വൈ ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് കൊടുക്കാം. അപ്പോൾ ഈ എയും കട്ടായി പോയി. വൈ ഈസ് ഈക്വൽ ടു ബി. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു എ, വൈ ഈസ് ഈക്വൽ ടു ബി. ഓപ്ഷൻ 3 ഈസ് ദി ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. A father is 3 times old as his son. Linear equation വെച്ച് ചെയ്യണ്ട. In 12 years time he will be twice as old as his son. The sum of the percentage of the father and the son. അപ്പോൾ രണ്ടുപേരുടെയും പെർസെൻറ്റേജ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഫാദറിൻ്റെ ഏജ് നമുക്ക് എക്സ് ആണെന്ന് വിചാരിക്കാം. ഫാദേഴ്സ് ഏജ് എക്സ്, സണ്ണിൻ്റെ ഏജ് നമുക്ക് വൈ ആണെന്ന് വിചാരിക്കാം. ഫാദറിൻ്റെ ഏജ് എക്സും സണ്ണിൻ്റെ ഏജും വൈ ആണ്. ആസ് പെർ ക്വസ്റ്റ്യൻ എക്സ് ഈസ് ഈക്വൽ ടു എത്ര ടൈംസ് ആണ്? 3y. ആസ് പെർ ക്വസ്റ്റ്യൻ എക്സ് ഈസ് ഈക്വൽ ടു 3y ആണ്. പിന്നെ എന്താ പറയണത്? In 12 years time he will be twice as old as his son. He will be twice as old as his son. That is equal to 12 വർഷങ്ങൾക്ക് ശേഷം എക്സ് 12 വർഷം കഴിയുമ്പോൾ എക്സ് എന്തായിട്ട് മാറും? എക്സ് പ്ലസ് 12 ആയിട്ട് മാറും. അപ്പോൾ ഈക്വൽ ടു ടോയ്സ് ഓഫ് 3y. അപ്പോൾ എത്ര വരും അത്? 2 ഇൻറ്റു വൈ പ്ലസ് 12 വരും. സണ്ണിൻ്റെ വൈ ആണല്ലോ. സണ്ണിൻ്റെ എന്താണ്? ഇത് വൈ ആണ് കേട്ടോ. സണ്ണിൻ്റെ വൈ ആണ്. അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 3y വരും. അതേപോലെ എക്സ് പ്ലസ് 12 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു വൈ പ്ലസ് 12. എക്സ് പ്ലസ് 12 ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു വൈ പ്ലസ് 12 വർഷങ്ങൾ കഴിയുമ്പോൾ എക്സിനും വൈയിലും മാറ്റം വരുമല്ലോ. ഫാദറിൻ്റെ ഏജ് എക്സ് പ്ലസ് 12 ആവും. സണ്ണിൻ്റെ ഏജ് എത്രയായിരിക്കും? വൈ പ്ലസ് 12 ആവും. അതിൻ്റെ 2 ടൈംസ് ആണ് വരുന്നത്. ഇവിടെ നിന്ന് നമുക്ക് എക്സും വൈയും കണ്ടുപിടിക്കേണ്ടി വരും. എക്സ് 3y ആണ്. ഇനി എക്സ് പ്ലസ് 12 ഈക്വൽ 2 ഇൻറ്റു വൈ പ്ലസ് 12 ആണ്. അത് സോൾവ് ചെയ്താൽ മതി. എങ്ങനെ സോൾവ് ചെയ്യാം നമുക്ക്? ഇവിടെ ഇപ്പോൾ എക്സ് പ്ലസ് 12 ഈക്വൽ ടു 2y പ്ലസ് 24 എന്ന് എടുക്കാം. 2y പ്ലസ് 24. ബോർഡിന് എന്തോ ചെറിയ പ്രശ്നമുണ്ട്. എക്സ് മൈനസ് 2y, ഈ 12 അങ്ങോട്ടേക്ക് എടുക്കാം. അപ്പോൾ 12 വരും. എക്സ് മൈനസ് 2y ഈസ് ഈക്വൽ ടു 12 വരും. നമുക്കപ്പോൾ ഈ എക്സിന് 3y എന്ന് കൊടുക്കാമല്ലോ. ഈ എക്സിന് ഇവിടെ 3y എന്ന് കൊടുക്കാം. 3y മൈനസ് 2y ഈസ് ഈക്വൽ ടു 12. അപ്പോൾ y ഈസ് ഈക്വൽ ടു 12. സണ്ണിൻ്റെ ഏജ് കിട്ടി. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഫാദറിൻ്റെ ഏജ് എക്സ് 3y ആണ്. ദാറ്റ് ഈസ് 3 ഇൻറ്റു 12, ദാറ്റ് ഈസ് 36. y 12 ആണ്, x 36 ആണ്. അപ്പോൾ ഇതാണ് സണ്ണിൻ്റെ ഏജ്, സൺസ് ഏജ്. ഇതാണ് ഫാദറിൻ്റെ ഏജ്. അപ്പോൾ ചോദിച്ചത് പെർസെൻറ്റേജ് ഓഫ് ദി ഫാദർ ആൻഡ് ദ സൺ. ഇഫ് ദ സം ഓഫ് ദി പെർസെൻറ്റേജസ് ഓഫ് ദി ഫാദർ ആൻഡ് ദി സൺ. ഓക്കെ, അപ്പോൾ എത്ര വരും? പെർസെൻറ്റേജ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലേ? 36 പ്ലസ് 12 വരും. 36 പ്ലസ് 12 എത്ര വരും? 48 വരും. 36 പ്ലസ് 12 48. ദാറ്റ് ഈസ് ദ ആൻസർ. ഓക്കെ, നല്ല ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏജ് പ്രോബ്ലം ചോദിക്കാറുണ്ട്, ബോർഡ് എക്സാമിനായിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, അടുത്ത്
17x ഇത് സോൾവ് ചെയ്യേണ്ടി വരും അല്ലേ. 17x മൈനസ് 19y 53 ആണ്. 19x മൈനസ് 17y 55 ആണ്. അത് സോൾവ് ചെയ്യാം. എക്സും വൈയും കണ്ടുപിടിക്കാം. എക്സും വൈയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എക്സ് പ്ലസ് വൈ നമുക്ക് കിട്ടും. സോൾവ് ചെയ്യാൻ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. ഒരു മെത്തേഡ് 17 കൊണ്ട് 19 മൾട്ടിപ്ലൈ ചെയ്യാം, 19 കൊണ്ട് 17 മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എക്സിൻ്റെ കോഎഫിഷ്യൻസ് ഒരുപോലെയാവും. അങ്ങനെ നോക്കാൻ വേണമെങ്കിൽ അങ്ങനെ നോക്കുവാണെങ്കിൽ എന്ത് വരും? മൾട്ടിപ്ലൈ ചെയ്യാം. നമുക്ക് ഞാൻ കാൽക്കുലേറ്റർ എടുത്താണ്. ഓക്കെ, നമുക്ക് 17 1ന് നമുക്ക് 19 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. പല മെത്തേഡ്സ് ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ചെയ്യാം. അപ്പോൾ 17 ഇൻറ്റു 19 ദാറ്റ് ഈസ് 323 ആണ്. 323x വരും. മൈനസ് 19 ഇൻറ്റു 19 361 ആണ്. 361y ഈക്വൽ ടു 53 ഇൻറ്റു 19 53 ഇൻറ്റു 19 ദാറ്റ് ഈസ് 1007. 1007. ഇക്വേഷൻ 2ന് നമുക്ക് 17 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 323x 17 പിന്നെ വരുന്നത് 17 ഇൻറ്റു 17 ആണ്. 17 ഇൻറ്റു 17 എത്ര വരും? 289 മൈനസ് 289y ഈക്വൽ ടു 17 ഇൻറ്റു 55. 17 ഇൻറ്റു 55 ദാറ്റ് ഈസ് 935. 935. ഇത് സബ്ട്രാക്ട് ചെയ്യാം. ഇത് നമുക്ക് 3 എന്ന് വിളിക്കാം, 4 എന്നും വിളിക്കാം. സബ്ട്രാക്ട് ചെയ്യാം. അപ്പോൾ 3 മൈനസ് 4 എടുത്താണെങ്കിൽ 4 മൈനസ് 3 എടുക്കാം. 3 മൈനസ് 4 ആണെങ്കിൽ 3 മൈനസ് 4 ആണെങ്കിൽ മൈനസ് ചെയ്യുമ്പോൾ ഇത് പ്ലസ് ആയിട്ട് മാറും. അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് എത്ര വരും? 361 72 വരും അല്ലേ. മൈനസ് 72 വരും. മൈനസ് 72y ഈക്വൽ ടു മൈനസ് 72y. സബ്ട്രാക്ട് ചെയ്താൽ മതി. ഇത് എത്ര വരും? 72 വരും. y ഈക്വൽ ടു -1 വരും. y ഈക്വൽ ടു -1. ഇനി ഏതെങ്കിലും ഇക്വേഷൻ കൊടുത്താൽ എക്സ് കിട്ടും നമുക്ക്. നമുക്കിപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ കൊടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഇക്വേഷൻ ബിക്കംസ് 17x y നെഗറ്റീവ് ആണല്ലേ പ്ലസ് 19 ഈക്വൽ ടു 53. 17x ഈസ് ഈക്വൽ ടു 53 മൈനസ് 19. That is equal to 34. X is equal to 34 by 17. That is 2. അപ്പോൾ എക്സും കിട്ടി വൈയും കിട്ടി. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 2 പ്ലസ് മൈനസ് 1. 1 ഈസ് ദ ആൻസർ. ഓപ്ഷൻ 1 ഈസ് ദി ആൻസർ. ഓപ്ഷൻ 1 ഈസ് ദി ആൻസർ. ഓക്കെ, ഇത്തിരി ടൈം കൺസ്യൂമിംഗ് ആണ്, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോകാം. x is equal to 1 and y is equal to 2 is a solution of the pair of തന്നിട്ടുണ്ട് നമുക്ക്. then okay, x is equal to 1, y equal to 2, solution of the pair of linear equations. then തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ ഇപ്പോൾ സൊല്യൂഷൻസ് ആണ്. എക്സ് ഈസ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 2 സൊല്യൂഷൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എടുക്കുകയാണെങ്കിൽ എന്താ? 2x മൈനസ് 3y പ്ലസ് എ ഈക്വൽ ടു 0. അപ്പോൾ തീർച്ചയായിട്ടും സാറ്റിസ്ഫൈ ചെയ്യണം. എക്സിന് 1 കൊടുക്കുക, വൈക്ക് 2 കൊടുക്കാം. 2 into 1 minus 3 into 2 plus a equal to 0.
2 minus 6 plus a equal to 0. Minus 4 plus a equal to 0. A is equal to 4. അതുപോലെ സെക്കൻഡ് ഇക്വേഷൻ എന്തായിരുന്നു? 2x plus 3y minus b equal to 0 എന്നാണ്. അവിടെയും കൊടുക്കാം. 2 into 1 plus 3 into 2 minus b equal to 0. 2 plus 6 minus b equal to 0. 8 is equal to b. അപ്പോൾ b നമുക്ക് എന്ത് കിട്ടി? 8 ആണെന്ന് കിട്ടി. എന്ന് പറഞ്ഞാൽ b എന്ന് പറഞ്ഞാൽ 2 into 4 ആണ്. അപ്പോൾ b എന്ന് പറഞ്ഞാൽ 2 into 4 എന്ന് പറഞ്ഞാൽ a ആണ്. b എന്ന് പറഞ്ഞാൽ 2a ആണ്. b is equal to 2a. Option B is the answer. Option B is the answer. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The value of k for which the system of linear equations have infinitely many solutions. Infinitely many solutions എന്ന് പറയുമ്പോൾ a1 by a2 equal to b1 by b2 equal to c1 by c2 ആയിരിക്കും. അപ്പോൾ 6 by 36 is equal to 1 by 6 is equal to 3k by 3 ആയിരിക്കും. അപ്പോൾ k ഉള്ള സെക്ഷൻ നോക്കി എടുത്താൽ മതി. ഇത് രണ്ടും കൂടി എടുത്താൽ മതി. 1 by 6 is equal to 3 കട്ടായി പോകും, k ആയിരിക്കും. അപ്പോൾ k is equal to 1 by 6 is the answer. Option 2 is the answer. Option 2 is the answer. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The system of equations has, ഇവിടെ ഇപ്പോൾ 2x plus 1 equal to 0 ആകുമ്പോൾ 2x equal to minus 1, x is equal to minus 1 by 2 എന്ന് പറയാം. 3y minus 5 equal to 0, 3y equal to 5, y equal to 5 by 3. x നെഗറ്റീവ് 1 by 2 ആണ്, y 5 by 3 ആണ്. യുണീക്ക് സൊല്യൂഷൻ, ഒരേ ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ അല്ലേ? ഏതൊക്കെയാണത്? നെഗറ്റീവ് 1 by 2ഉം 5 by 3ഉം. യുണീക്ക് സൊല്യൂഷൻ. ദിസ് ഇസ് ദ ആൻസർ. യുണീക്ക് സൊല്യൂഷൻ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The pair of linear equations has, അതും നമുക്ക് അങ്ങനെ നോക്കാം. സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആദ്യം ആക്കാം കേട്ടോ. ആദ്യത്തെ കുഴപ്പമില്ല. x plus 2y plus 5 equal to 0 സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ആണ്. മറ്റേത് മൈനസ് 3x മൈനസ് 6y പ്ലസ് 1 ഈക്വൽ ടു 0. മൈനസ് 3x മൈനസ് 6y പ്ലസ് 1 സ്റ്റാൻഡേർഡ് ഫോം. ഇവിടെ നെഗറ്റീവ് 1 by 3 ഈക്വൽ ടു മൈനസ് 2 by 6 ഈക്വൽ ടു 5 by 1. അപ്പോൾ നെഗറ്റീവ് 1 by 3 ഈക്വൽ ടു ഇത് നെഗറ്റീവ് 1 by 3 ഈക്വൽ ടു 5 by 1. 5 by 1. അപ്പോൾ ഇതെന്തായിരിക്കും? പാരലൈൻസ് ആണ് അല്ലേ? a1 by a2 ഈക്വൽ ടു b1 by b2 നോട്ട് ഈക്വൽ ടു c1 by c2. അപ്പം ഇത് പാരലൈൻസ് ആണ്. പാരലൈൻസ് ആകുമ്പോൾ എന്തായിരിക്കും ആൻസർ? ദർ എക്സിസ്റ്റ് നോ സൊല്യൂഷൻ, ഇറ്റ് ഈസ് ആൻ ഇൻകൺസിസ്റ്റന്റ്, ദ സിസ്റ്റം ഈസ് ഇൻകൺസിസ്റ്റന്റ്. ദർ എക്സിസ്റ്റ് നോ സൊല്യൂഷൻ because these two lines are parallel. Because these two lines are parallel. അപ്പോൾ ഇൻകൺസിസ്റ്റന്റ് ഇക്വേഷൻസ് ആണത്. ഇൻകൺസിസ്റ്റന്റ് ഇക്വേഷൻ ആകുമ്പോൾ സൊല്യൂഷൻസ് ഉണ്ടാവില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. If the pair of equations represent coincident lines, then the value of r. കോയിൻസിഡന്റ് ലൈൻ ആകുമ്പോൾ എന്തായിരുന്നു? a1 by a2 ഈക്വൽ ടു b1 by b2 ഈക്വൽ ടു c1 by c2 ആണ്. ഇവിടെ 3 by 6 ഈക്വൽ ടു മൈനസ് 1 by മൈനസ് r ഈക്വൽ ടു 8 by 16. 8 by 16. ഇതോ എടുത്താൽ മതി. അപ്പോൾ 1 by 2 ഈക്വൽ ടു 1 by r. 1 by 2 is equal to 1 by r. Therefore r is equal to direct ആണ്. 1 by 2 equal to r ആണെങ്കിൽ r equal to 2 ആണ്. r is equal to 2. So option 4 is the answer. Option 4 is the answer. Okay, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. The value of k for the pair of equations
ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ്. ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് ആണെങ്കിൽ A1/A2 ഈക്വൽ ടു കോയിൻസിഡന്റ് ലൈൻസ് ആയിരിക്കും, C1/C2 ആയിരിക്കും. ഇതാണ് കണ്ടീഷൻ. അപ്പോൾ അത് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കാം. kx - y - 2 ഈക്വൽ ടു 0. ഫസ്റ്റ് ഇക്വേഷൻ 6x - 2y - 3 ഈക്വൽ ടു 0. അപ്പോൾ k/6 ഈക്വൽ ടു 1/2 ഈക്വൽ ടു 2/3. 1/2 ഈക്വൽ ടു 2/3. ഏതെങ്കിലും രണ്ട് കേസ് എടുത്താൽ മതി. ഫസ്റ്റ് ടു കേസസ് എടുക്കാം. ഫസ്റ്റ് ടു കേസ് എടുക്കുകയാണെങ്കിൽ k എത്ര വരും? k ക്രോസ് മൾട്ടിപ്ലൈ 6/2 k ഈക്വൽ ടു 3 എന്ന് വരും. ഫസ്റ്റ് കേസ് എടുത്താൽ മതി. k ഈക്വൽ ടു 3 എന്ന് വരും. ഇനി സെക്കൻഡ് കേസ് എടുക്കുകയാണെങ്കിലോ ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് അല്ലേ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? ഇൻഫൈനൈറ്റ്ലി മെനി സൊല്യൂഷൻസ് ആണ്. k ഈക്വൽ ടു 3 വന്നു കഴിഞ്ഞാലുള്ള കുഴപ്പം. ഇനി ഇതെടുക്കുകയാണെങ്കിലോ സെക്കൻഡ് കേസ് എടുത്ത് നോക്കിയേ, k/6 ഈക്വൽ ടു 2/3. അങ്ങനെ വന്നാലോ k ഈക്വൽ ടു 2 × 6/3 4 വരും. രണ്ട് കേസിനും ഡിഫറെൻ്റ് ആൻസർ ആണ് k. അങ്ങനെ വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ് കേട്ടോ. രണ്ട് കേസിലും ഒരേപോലെ വരുന്ന ആൻസർ. ഇപ്പോൾ ഫസ്റ്റ് ടു കേസ് എടുത്താൽ k3 കിട്ടി അല്ലേ? സെക്കൻഡ് k/6 2/3 എടുക്കുന്ന സമയത്ത് k4 കിട്ടി. അങ്ങനെ വരാൻ പാടില്ല. അപ്പോൾ അങ്ങനെ വന്നാൽ ഡസ് നോട്ട് എക്സിസ്റ്റ് ആയിരിക്കും കേട്ടോ. പെട്ടെന്ന് നിങ്ങൾ ഇത് എഴുതി വെക്കരുത്. ഇതാണ് ആൻസർ. ഡസ് നോട്ട് എക്സിസ്റ്റ് ഈസ് ദി ആൻസർ. പെട്ടെന്ന് നമ്മൾ അറിയാതെ ഇത് മാത്രം എടുത്താലും k ഈക്വൽ ടു 3 എന്ന് കിട്ടും. വേഗം അത് എഴുതി വെച്ചാൽ ആൻസർ തെറ്റിപ്പോകും. അതുപോലെ k ഈക്വൽ ടു 4 എന്ന് എഴുതിയാലും തെറ്റാണ്. ഡിഫറൻ്റ് ആയിട്ട് വരാൻ പാടില്ല. കെയുടെ വാല്യൂ ഒരേപോലെ വന്നോളണം, സെയിം ആയിട്ട് വന്നോളണം. സെയിം അല്ല എങ്കിൽ ഡസ് നോട്ട് എക്സിസ്റ്റ്. ഡസ് നോട്ട് എക്സിസ്റ്റ് ഈസ് ദി ആൻസർ. ഓക്കെ, രണ്ടും ഡിഫറൻ്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത്, the residents of a housing society on the occasion of Environment Day decided to build 2 straight paths in the central park of the society and also plant trees along the boundary lines of each path, taking one corner of the park as origin and the 2 mutually perpendicular lines as the x-axis and y-axis. The path നമുക്ക് ഫസ്റ്റ് പാർട്ടൊക്കെ നമുക്ക് നോക്കേണ്ട കാര്യമില്ല. നമുക്ക് പ്രോബ്ലം പാർട്ട് മാത്രം നോക്കിയാൽ മതി. റെപ്രസെന്റ് 2 ലീനിയർ ഇക്വേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. 2 path represented by the 2 equations ആണ്. നമുക്ക് അതെടുത്താൽ മതി. ഏതൊക്കെയാണ് നമ്മുടെ ഇക്വേഷൻസ്? 2x - 3y - 5 ഈക്വൽ ടു 0, -6x + 9y - 7 ഈക്വൽ ടു 0. ഇവിടെ നിന്ന് നമുക്ക് എന്ത് വേണം? ഇവിടെ നിന്ന് നമുക്ക് തന്നിരിക്കുന്നത് ഇതാണ്. അപ്പോൾ എന്തൊക്കെയാണ് റേഷ്യോ എടുക്കണം? A1/A2 എന്ന് 2 - 6 - 1/3 ആണ്. B1/B2 - 3/9 അതും -1/3 ആണ്. C1/C2 5/7 ആണ്. അപ്പോൾ A1/A2 ഈക്വൽ ടു B1/B2 നോട്ട് ഈക്വൽ ടു C1/C2. അപ്പോൾ എന്തായിരിക്കും ആൻസർ വരിക? പാരലായിരിക്കും അല്ലേ? പാരലായിരിക്കും. കണ്ടീഷൻ അല്ലേ? ഡയറക്റ്റ് കണ്ടീഷനാണ്. പാരലായിരിക്കും. ദിസ് ഇസ് ദ ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് ആ പ്രോബ്ലം പാർട്ട് മാത്രം, ഫസ്റ്റ് പാർട്ടൊക്കെ നമ്മൾ വെറുതെ കൺഫ്യൂസ് ചെയ്യാൻ തന്നിരിക്കുന്നതാണ്. അതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഓക്കെ, അടുത്ത നോക്കാം. The residents of a housing society on the occasion of Environment Day decided to build 2 straight paths in the central park of the society and also plant trees along the boundary lines of each path, taking one corner of the park as well. ഇതുപോലത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ 2 ലീനിയർ ഇക്വേഷൻസ് നമുക്ക് കൺസിഡർ ചെയ്യാം. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് പോയിന്റ്സ് ലൈ ഓൺ ദ ലൈൻ? ഓക്കെ, അതിനുള്ള മാർഗം നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻസ് 2x - 3y ഈക്വൽ ടു 5 ആൻഡ് -6x + 9y equal to 7. Which one of the following points lie on the line 2x - 3y equal to 5? ഇതാണ് ക്വസ്റ്റ്യൻ.
ഇവിടുന്ന് ഒരു എളുപ്പവഴി പറഞ്ഞുതരാം. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതിലൊരു പോയിന്റ് ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ആ പോയിന്റ് എക്സിനും വൈക്കും ആ വാല്യൂ കൊടുത്താൽ ഈ 5 കിട്ടണം. 5 കിട്ടണം. നമുക്കിപ്പോൾ ആദ്യത്തേത് കൊടുത്തു നോക്കാം. -4 1 കൊടുത്തു നോക്കാം. ഇവിടെ 2 × -4 -3 × 1 എത്ര വരും നോക്കിയേ? -8 -3 -11 that is not equal to 5. അപ്പം ഇത് പറ്റില്ല. 4 1 കൊടുത്തു നോക്കാം. 2 × 4 -3 × -1 equal to 8 + 3 that is 11. ഇതും പറ്റില്ല. 4 1 കൊടുത്തു നോക്കിയേ. 2 × 4 -3 × 1 8 - 3 that is 5. കറക്റ്റ്. കണ്ടോ? അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ ആവശ്യമൊന്നുമില്ല. ഡയറക്റ്റ് അത് സാറ്റിസ്ഫൈ ചെയ്യുന്ന പോയിന്റ് ആണെങ്കിൽ ആ പോയിന്റ് അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് എക്സിനും വൈക്കും അവിടുത്തെ ഒരു വാല്യൂ കൊടുത്താൽ എന്ത് കിട്ടണം? 5 കിട്ടണം. അത് കിട്ടുന്നത് നോക്കി നിങ്ങൾ എടുത്താൽ മതി. ഓക്കെ, അത്രയും മാത്രം ആലോചിച്ചാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ. The residents of a housing society on the occasion of environment, taking one corner of the park as a mutually perpendicular lines as x-axis, two linear equations intersect the y-axis at a point, then its coordinates are, if the line -6x + 9y = 7 intersects the y-axis at a point, y-axis intersect ചെയ്യണം. y-axis intersect ചെയ്യുമ്പോൾ at, ഇതാണ് ലോജിക്, at y-axis x will be 0. at y-axis y = 0. അപ്പോൾ y-axis ഇന്റർസെക്ട് ചെയ്യുന്ന സമയത്ത് x 0 കൊടുത്താൽ മതി. എക്സിന് 0 കൊടുക്കുമ്പോൾ 9y = 7, 9y = 7, y = 7/9. അപ്പോൾ 0,7/9 എന്ന് പറയും. x 0 ആയിരിക്കുമല്ലോ. y 7/9, 0,7/9. ഓപ്ഷൻ 1 ഈസ് ദി ആൻസർ. ഇതാണ് മെത്തേഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ അറ്റ് വൈ ആക്സ് എന്ന് പറയുമ്പോൾ അവിടെ എക്സ് 0 ആയിരിക്കും. അറ്റ് എക്സ് ആക്സ് എന്ന് പറയുമ്പോൾ അവിടെ y 0 ആയിരിക്കും. ഒറിജിനൽ ആണെങ്കിൽ 2 0 ആയിരിക്കും. ഓക്കെ, അത്രയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ. The residents of a housing society on the occasion of environment decided to build 2. Okay. X-axis, y-axis, the pathway represented by the two linear equations 2x - 3y and if a pair of lines A1x has unique solution. യുണീക് സൊല്യൂഷൻ ആണെങ്കിൽ എന്താ? യുണീക് സൊല്യൂഷൻ ആണെങ്കിൽ എന്തായിരിക്കും കണ്ടീഷൻ? യുണീക് സൊല്യൂഷൻ ആകുമ്പോൾ ഒറ്റ കേസേ ഉള്ളൂ അല്ലേ? A1/A2 ≠ B1/B2. ഇതാണ് യുണീക്ക് ആവാനുള്ള കണ്ടീഷൻ, യുണീക് സൊല്യൂഷൻ ആവാനുള്ള സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. A1/A2 ≠ B1/B2. അത് സ്റ്റാൻഡേർഡ് റിസൾട്ട് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The residents of a housing society, etc. The paths were represented by the two linear equations തന്നിട്ടുണ്ട്. If A1/A2, then the two lines. A1/A2, B1/B2, C1/, then the two lines. അതെന്തായിരിക്കും? കോയിൻസിഡന്റ് ആയിരിക്കും. ഫണ്ടമെന്റൽ റിസൾട്ട് ആണ്. കോയിൻസിഡന്റ് ആയിരിക്കും. കോയിൻസിഡന്റ് ലൈൻസ് ആയിരിക്കും. ഫണ്ടമെന്റൽ റിസൾട്ട് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സ്റ്റാൻഡേർഡ് ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണല്ലോ. ഡയറക്റ്റ് സ്റ്റാൻഡേർഡ് റിസൾട്ട് ചോദിക്കാറുണ്ട്. ദ വാല്യൂ ഓഫ് കെ ഫോർ വിച്ച് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഹാസ് നോ സൊല്യൂഷൻ. ഹാസ് നോ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താ? A1/A2 = B1/B2 ≠ C1/C2. അപ്പോൾ 1/2 = K/1. ഇത് 2x + ky - 3 = 0 എന്ന് എഴുതാം. = 4/3 not equal to 4/3. ഇങ്ങനെ വരുന്നത് not equal to 1/k not equal to 4/3. അപ്പോൾ k എന്തായിരിക്കും? k ഈ കേസ് എടുക്കുകയാണെങ്കിൽ k = 2 വരും.
ഈ കേസ് ആണെങ്കിൽ k നോട്ട് ഈക്വൽ ടു 4/3 വരും. k നോട്ട് ഈക്വൽ ടു 4/3 വരും. അപ്പോൾ ഏതാണ് ആൻസർ വരിക? k ഈസ് ഈക്വൽ ടു 2 വരും. k ഈസ് ഈക്വൽ ടു 2. k നോട്ട് ഈക്വൽ ടു 4/3 അവിടെ തന്നിട്ടില്ല, ഓപ്ഷൻ തന്നിട്ടില്ല. അപ്പോൾ നമുക്ക് k ഈസ് ഈക്വൽ ടു 2 ഈസ് ദ ആൻസർ. അതെടുക്കാം. k ഈസ് ഈക്വൽ ടു 2 ഈസ് ദി ആൻസർ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പെയർ ഓഫ് ലൈൻസ്. ഇവിടെ നമുക്ക് ഒന്ന് സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കണം കേട്ടോ. 3x/2 പ്ലസ് 5/3 ഈക്വൽ ടു 7. LCM 6 അല്ലേ? അപ്പോൾ നമുക്ക് 6 എടുക്കാം LCM. അപ്പോൾ 9x പ്ലസ് 10y ഈക്വൽ ടു 7 ക്രോസ് ചെയ്യാം. 9x പ്ലസ് 10y ഈക്വൽ ടു 42. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. പിന്നെ അടുത്തത് 9x പ്ലസ് 10y ഈക്വൽ ടു 14 ആണ്. ഇവിടെ ഇപ്പോൾ a1/a2 ഈക്വൽ ടു b1/b2 നോട്ട് ഈക്വൽ ടു കാരണം c1/c2 ആണ്. പാരലാണ്. പാരലാകുമ്പോൾ ഇൻകൺസിസ്റ്റൻ്റ് ആണ്. ഇൻകൺസിസ്റ്റൻ്റ് ഇക്വേഷൻസ് അത് ഇൻകൺസിസ്റ്റൻ്റ് ആയിരിക്കും. പാരലാകുമ്പോൾ ഇൻകൺസിസ്റ്റൻ്റ് ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ലൈൻസ് k1, k2, k3 are represents 3 different equations as shown in the figure, as shown in the graph below. Graph അവിടെ പോയി. The solution of the equations represented by the lines k1, k3 by the solution. Okay, ഗ്രാഫില്ലേ? ഗ്രാഫില്ലല്ലോ. നമുക്ക് വേണമെങ്കിൽ ഗ്രാഫില്ല അവിടെ. ഗ്രാഫ് ഞാൻ തരാം. ഗ്രാഫ് ഞാൻ തരാം കേട്ടോ. ഇത് വിട്ടുപോയതാണ്. ഐ ക്യാൻ ഗീവ് യു ദ ഗ്രാഫ്. എക്സ് ആക്സിസ്, വൈ ആക്സിസ്. അതിൽ k1 തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇതാണ് k1. k1ന്റെ പേര് x + 2y = 3 എന്നാണ്. x + 2y = 3 എന്നാണ്. ഇനി അടുത്തത് k2 തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. k2 ഇതാണ്. k2 തന്നിരിക്കുന്നത് x + 2y = 6 ആണ്. x + 2y = 6 ആണ് k2 തന്നിരിക്കുന്നത്. k3 തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെയാണ് k3 തന്നിരിക്കുന്നത്. k3 ഇതുപോലെ k3യുടെ px + qy = 10. px + qy = 10. ഇങ്ങനെയാണ് നമുക്ക് ഗ്രാഫ് തന്നിരിക്കുന്നത്. ഇവിടെ px + qy is passes through the point. Passes through the point. ഈ പോയിന്റിലൂടെ പാസ് ചെയ്യും. ഇതാണ് px + qy. ഈ പോയിന്റിലൂടെ പാസ് ചെയ്യും. ഈ പോയിന്റ് എന്ന് പറയുമ്പോൾ x ആക്സിൽ y0 ആണ്. അപ്പോൾ x3 വരും. 3, x + 2y = 3ൽ yക്ക് 0 കൊടുത്താൽ ഈ പോയിന്റ് കിട്ടും. അപ്പോൾ 30 ആണ്. 30. ഓക്കെ, അപ്പോൾ 30 ഇതിലെ ഒരു പോയിന്റ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇക്വേഷൻ ഓഫ് ദ ലൈൻ വിച്ച് ഓഫ് ദീസ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ P3? അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ k3 എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സും വൈക്കും സാറ്റിസ്ഫൈ ചെയ്യാം. 3p y0 അല്ലേ? y0 ആണ്. 3p = 10. p = 10/3. p = 10/3. 30 കൂടി അത് പാസ് ചെയ്യുന്നുണ്ട്. പിന്നെ പാസ് ചെയ്യുന്നത് x = 4, y = 1. ഇപ്പോൾ ഇതിവിടെ നിൽക്കട്ടെ. ഇതിപ്പോൾ ഇവിടെ നിൽക്കട്ടെ കേട്ടോ. x = 4, y = 1 അതിലൂടെ പാസ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ അതിനെ പാസ് ചെയ്യുന്ന സമയത്ത് x4 അല്ലേ, 4p പ്ലസ് y ഈക്വൽ ടു y1 അല്ലേ, q ഈസ് ഈക്വൽ ടു 10 വരും. 4p പ്ലസ് q ഈസ് ഈക്വൽ ടു 10 വരും. 4p പ്ലസ് q ഈസ് ഈക്വൽ ടു 10 വരും. 4p പ്ലസ് q ഈസ് ഈക്വൽ ടു 10 വരും. 3041. അപ്പോൾ 3p ഈസ് ഈക്വൽ ടു 30 ആകുമ്പോൾ ഇത് ഇത് ചെറിയൊരു പ്രശ്നമുണ്ട്. ആ ഫിഗർ കറക്റ്റ് അല്ല. ഫിഗറിൽ തന്നിരിക്കുന്നത് ഇത് 1 ആണ് കേട്ടോ, K3. ഇത് 0 അല്ല, ഇത് 1 ആണ്. ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് വന്ന കാരണമാണ്. ഇത് 1 ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഇത് 1 ആണ്. ഇത് 1/3 വരും. P is equal to 1/3 എന്ന് വരും. P is equal to 1/3. ആ ഗ്രാഫ് തരാത്തതിൻ്റെ പ്രശ്നങ്ങളായിരുന്നു നമുക്ക്. P is equal to 1/3 ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ 1/3 P 1/3 ആണല്ലോ. അപ്പോൾ ആ വാല്യൂ ഇവിടെ കൊടുക്കുക. 4 × 1/3 പ്ലസ് 4 × 1/3 പ്ലസ് Q ഈസ് ഈക്വൽ ടു 1 വരും. അപ്പോൾ Q ഈസ് ഈക്വൽ ടു 1 മൈനസ് 4/3. Q ഈസ് ഈക്വൽ ടു 1 മൈനസ് 4/3. ദാറ്റ് ഈസ് -1/3 എന്ന് കിട്ടും. ഓക്കെ, ആൻസറായി. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? K ആണ് കണ്ടുപിടിക്കേണ്ടത്. പിയുടെ വാല്യൂ ക്യൂവിൻ്റെ വാല്യൂവും കിട്ടി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പി എത്രയായിരുന്നു? 1/3. അപ്പോൾ 1/3 x, Q എത്രയായിരുന്നു? -1/3. y ഈക്വൽ ടു 1 വരും. 3 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. x മൈനസ് y ഈക്വൽ ടു 3 എന്ന് വരും. x മൈനസ് y ഈസ് ഈക്വൽ ടു 3. ഓപ്ഷൻ 1 ഈസ് ദി ആൻസർ. ഓപ്ഷൻ 1 ഈസ് ദി ആൻസർ. ഓക്കെ, അത് ക്വസ്റ്റ്യൻ്റെ മിസ്റ്റേക്ക് ആയിരുന്നു. The given pair of linear equations is non-intersecting. Which of the following statements is true? ഇവിടെയും ഗ്രാഫ് തന്നിട്ടുണ്ട്. ഗ്രാഫ് വിട്ടുപോയിട്ടുണ്ടോ? ഗ്രാഫ് വിട്ടുപോയിട്ടുണ്ട്. അത് പിന്നെ പ്രശ്നമില്ല. ഗ്രാഫ് തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. 2 ലൈൻസ് ഇങ്ങനെ വന്നേക്കിരിക്കുകയാണ്. 2 ലൈൻസ് ഇങ്ങനെ തന്നിരിക്കുകയാണ്. ഇത് a1x പ്ലസ് തന്നിരിക്കുന്നത് a1x പ്ലസ് b1y പ്ലസ് c1 ഈക്വൽ ടു 0 എന്നും, ഇത് a2x പ്ലസ് b2y പ്ലസ് c2 ഈക്വൽ ടു 0. അത് പാരലലാണ്. ദ ഗിവൺ പെയർ ഓഫ് ലൈൻസ് ഇൻ നോൺ ഇന്റർസെക്റ്റിംഗ് പാരലൈൻസ് ആണ്. പാരലൈൻസ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? a1/a2 ഈക്വൽ ടു b1/b2 നോട്ട് ഈക്വൽ ടു c1/c2. അത് സ്റ്റാൻഡേർഡ് ഫോമാണത്. ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The value of K forms the system of equations inconsistent. Inconsistent ആണെങ്കിൽ എന്തായിരിക്കും? a1/a2 ഈക്വൽ ടു b1/b2 നോട്ട് ഈക്വൽ ടു c1/c2. അപ്പം അങ്ങനെ വരുമ്പോൾ K കണ്ടുപിടിക്കണം അല്ലേ? 3x മൈനസ് ky മൈനസ് 7 ഈക്വൽ ടു 0. 6x plus 10y minus 3 equal to 0. 3/6 equal to minus k by 10 equal to 7/3 not equal to. ആദ്യം ഇതിങ്ങനെ എടുക്കാം. അപ്പോൾ 1/2 ഈക്വൽ ടു മൈനസ് കെ ബൈ 10. അപ്പോൾ k ഈസ് ഈക്വൽ ടു -5. k ഈസ് ഈക്വൽ ടു -5. സോ ദറ്റ് ഈസ് ഓപ്ഷൻ 2 തന്നിട്ടുണ്ട്. നോട്ട് ഈക്വലിൻ്റെ കേസ് അവർ പറയണില്ല. നോട്ട് ഈക്വലിൻ്റെ കേസ് തന്നിട്ടില്ല. അപ്പോൾ അതെടുക്കേണ്ട കാര്യമില്ല. k ഈസ് ഈക്വൽ ടു -5 ഈസ് ദി ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഇൻകൺസിസ്റ്റൻ്റ് ആണ്, ഇപ്പോൾ ചെയ്തതുപോലെ തന്നെ ആദ്യം സ്റ്റാൻഡേർഡ് ഫോം 3x പ്ലസ് y മൈനസ് 1 ഈക്വൽ ടു 0. 2k മൈനസ് 1 x plus k minus 1 y minus of 2k plus 1 equal to 0. Second equation. 3x plus y minus 1 equal to 0. 2k minus 1 plus k minus 1 minus of 2k plus 1 equal to. Inconsistent ആണല്ലോ. Inconsistent ആണെങ്കിൽ
A1/A2 ഈക്വൽ ടു B1/B2 നോട്ട് ഈക്വൽ ടു C1/C2. വാല്യൂ കെയിൽ ചോദിച്ചാണ്. അപ്പോൾ നമുക്ക് ആദ്യം 3/2k - 1 ഈക്വൽ ടു 1/k - 1 ക്രോസ് ചെയ്താൽ 3k - 3 ഈക്വൽ ടു 2k - 1. ആദ്യം അതുണ്ടോ നോക്കി, ഇത് ഇങ്ങോട്ടേക്ക് എടുക്കാം. 3k - 2k ഈക്വൽ ടു 3 - 1. k ഈസ് ഈക്വൽ ടു 2. k ഈസ് ഈക്വൽ ടു 2. അതോടെ ഉണ്ടല്ലോ, പിന്നെ വേറെ നോക്കേണ്ട കാര്യമില്ല. k ഈസ് ഈക്വൽ ടു 2 ഈസ് ദി ആൻസർ. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്ന എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ചാപ്റ്ററിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ചാപ്റ്ററുമായിട്ട് അടുത്ത് തന്നെ വേഗം വരാം. ഓക്കെ, താങ്ക് യു.